ചോയല്ലേ ഓളന്നെ പറഞ്ഞ രസമില്ലാന്ന്. തിന്നോക്കെ. ഹലോ ഗൈസ്, അതല്ല പറയണ്ടത്. നമ്മൾ എടുക്ക പോണ്ടേ? നമ്മൾ സിന്താത്തന്റെ അടുത്തേക്ക് വന്നോളാം. ഓർക്കനെ പറയും, ഓർക്കനെ പറയും. അപ്പൊ ഗൈസ്, ഞങ്ങള് സിന്താത്തന്റെ അടുത്തേക്ക് പോവാണ്. എന്തിനാ പോണെന്നൊക്കെ വീഡിയോയിൽ മനസ്സിലാവൂലേ? ഓക്കെ, നമ്മളെവിടത്തെ ഷോപ്പിൽ കയറി പിന്നെ സെക്കൻഡ് ഫ്ലോർക്ക് എത്തി. അവിടെയാണ് നമ്മളെ സെക്ഷന് വരുന്നത്. ഇനി നമ്മൾ പോയാണ് എന്താണ് എടുക്കാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ കുഞ്ഞാമയും അതേപോലെ തന്നെ ഷിനു ഒക്കെ നേരത്തെ ഹാജരായിട്ടുണ്ട്. അപ്പോൾ ഇനു എൻ്റെ വീഡിയോക്ക് ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനുവിനും ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് ഇനുവിൻ്റെയും കുഞ്ഞാമാൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഓല എന്തൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പൊക്കെ നടന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കണ്ട് അങ്ങനെ ഈ സെക്ഷനിക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇതുപോലെ തന്നെ നൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ എന്തോ നൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് വീഡിയോ എടുത്തിട്ടാണോ വരുന്നതെന്നൊക്കെ ചോദിക്കണ്ടായിട്ട് ഷീനു. പിന്നെ ഷീനു ഇങ്ങനെ ഓരോ തപ്പലാണ് കേട്ടോ. ഇവിടെ തപ്പലാണെങ്കിൽ കഴിയണമില്ല. ഞങ്ങൾ വിചാരിച്ച് നേരത്തെ ഇവിടുന്ന് കഴിച്ചിലാവാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇനി ഇവലെ തപ്പൽ കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് കഴിച്ചിലാവാം ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഇനും അസിമോളും ഭയങ്കര കളിയിലായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അസിമോള് എന്തോ മിഠായി ഒക്കെ തുറന്നിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കീ ചെയിൻ ആണ്. അതിൻ്റെ ഉള്ളിൽ മിഠായി ഇട്ടിക്കുകയാണ് കേട്ടോ. അത് ഓള് വേറെ എന്തോ ഒരു നമ്മളെ ജെംസ് പോലത്തെ എന്തോ ഒരു മിഠായിയാണ്. അപ്പോൾ പിന്നെ ഷീനു അത് തുറന്നു കൊടുത്ത് ഒന്ന് കഴിച്ചു നോക്കി സീൻതാത്താന്ന് പറഞ്ഞിട്ട് ഷീനു ഒന്ന് എടുത്തിട്ട് കഴിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഷീനുവിന് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ ഷുഗർ കട്ടായതുകൊണ്ട് ഞാൻ ഷുഗർ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് പറ്റൂല കേട്ടോ. കാരണം ഒന്നാമത് എനിക്ക് ഈ ചോക്ലേറ്റ്സിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഷീനു പറഞ്ഞു ജായി ഒരു ചോയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. ഇനുവിന് പിന്നെ കുഴപ്പമില്ല എന്നുള്ള മട്ടിലായി. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോ ഒക്കെ കാട്ടി. പിന്നെ കണ്ണാടി കണ്ടാൽ പിന്നെ യോയൊക്കെ കാട്ടാതിരുന്നാൽ പിന്നെ അങ്ങനെ ശരിയാവല്ലേ. അങ്ങനെ പിന്നെ ഇനി നേരെ പോകുന്നത് അടുത്ത സെക്ഷനിലേക്കാണ്. 3rd ഫ്ലോർക്കാട്ടെ പോകാൻ പോണത്. അപ്പോൾ ഇനി കുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കാര്യമായിട്ടൊന്നും എടുക്കണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ 3rd ഫ്ലോർക്ക് കാലുകൾ വെക്കുന്നത്. എന്താവുന്നൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ ഞാൻ കണ്ടറിയാട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ പോകുന്നത് അടുത്ത സെക്ഷനിലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന കളക്ഷൻസും ഉണ്ട്. അതേപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഇനി നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സംഭവം നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരെ പോകട്ടെ. ഞാൻ കുട്ടികൾക്ക് ഏത് മോഡലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് സറാറ എന്നിട്ടൊരു മോഡലുണ്ട് കേട്ടോ. അതന്നെയാണെന്നാ എൻ്റെ ഒരു ഊഹം. അതന്നെ ആയിരിക്കാം. അങ്ങനെ ഞങ്ങൾ അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സിമോൾക്ക് വേണ്ടിയിട്ടൊരു സെലക്ഷൻ കാണിച്ചു തന്നു. പക്ഷെ അതവൾക്ക് സൈസ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു മോഡലാണ് കേട്ടോ ഇപ്പം കളിക്കുന്നത്. അപ്പോൾ ഈ മോഡൽ ഇനി ഇനൂനും അതേപോലത്തെ മോഡൽ എടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ അസിമോൾക്കൊരു മോഡൽ കാണിച്ചു കൊടുത്തു. ഇതാ കണ്ണാടിയിലൊക്കെ പോയി നോക്കുന്നുണ്ട്. ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമായിരിക്കുന്നു കേട്ടോ. പിന്നെ അവൾക്ക് ഭയങ്കര മടിയിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ പാടെ രസമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര മടിയൊക്കെ കേട്ടോ. പിന്നെ അവളന്ന് ഇത് മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാനും യെല്ലോ ആണ് ഇടാൻ പോണത്. ഇപ്പോൾ രണ്ടാളും യെല്ലോ ആയാൽ എങ്ങനെ ശരിയാവുമെന്ന് അറിയില്ല. പിന്നെ കുട്ടികൾക്ക് യെല്ലോ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഫംഗ്ഷനും കാര്യങ്ങളും ഇടുള്ളൂ. പിന്നെ നമ്മൾ അത് യൂസ് ചെയ്യൂല. അപ്പോൾ ഞാൻ പറഞ്ഞു യെല്ലോ വേണ്ട. അപ്പോൾ ഓൾക്ക് നല്ല ഇഷ്ടമായി. ഓള് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ സെയിൽസ് ഗേൾ പറഞ്ഞ് ഇതിൽ കീറിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഇത് ഇട്ട് കൊടുത്തിട്ടോ. ഇതൊരു പിങ്കും അല്ല ഒരു ഓറഞ്ചും അല്ലാത്തൊരു കളറ്. അടിപൊളി കളറാട്ടോ ഇത്. ഓൾക്ക് ഇട്ടിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ മറ്റേതാണെങ്കിൽ കുറച്ച് അധികം ഷേപ്പാക്കണം. ഇത് പിന്നെ വല്ലാതെ ഒന്നും ഷേപ്പാക്കല്ലേ, ഒന്നുകൊണ്ട് പിടിച്ചാൽ മതി. അങ്ങനെ ഇതാ ഓൾക്ക് ഇത് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. ഓളെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം വലിയ മേക്കൊന്നും ആയിട്ടില്ല. എന്നാലും പിന്നെ ഇനുവിന് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അങ്ങനെ അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ കണ്ടാൽ പിന്നെ എല്ലാതും ആവശ്യമാണല്ലോ കുട്ടികൾക്ക്. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചൂസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ പിന്നെ കണ്ണാടി കണ്ടു വീണ്ടും ഷോ കാണിച്ചു. അങ്ങനെ ഇനി ഞങ്ങൾ നേരെ ഇനൂന് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഇനൂനുള്ളത് കിട്ടി, അസിമോൾക്കുള്ളത് പാക്ക് ചെയ്തു. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങളെ സെക്ഷൻ കേട്ടോ. അതായത് ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കണം എന്നുള്ള പ്ലാനിങ് ഒന്നുമില്ല, ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ലെഹങ്ക കളക്ഷൻസ് ഒക്കെ ഉണ്ടായപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ഷിനു പറഞ്ഞു ഒന്നും കൂടി കല്യാണം കഴിച്ചാലോ എന്നപ്പം പറഞ്ഞു നടക്കേ കല്യാണം കഴിക്കാം. ഒന്ന് കഴിച്ചിട്ട് ക്ഷീണം തന്നെ ഇതുവരെ മാറിയിട്ടില്ല, ഇനിയിപ്പോൾ ഇനിയും കഴിക്കണം എനിക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കളിയാക്കിയായിരുന്നു.
അങ്ങനെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ട്. ഇനിയിപ്പോൾ നല്ല അടിപൊളിയിലോ ലെഹങ്ക ആയാലും അടിപൊളി കേട്ടോ. നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ പിന്നെ എന്തൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. പക്ഷെ നമുക്ക് ഡ്രസ്സ് ഓൾറെഡി നമ്മൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കയ്യിൽ. അതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുഞ്ഞാമ്മ ഇതേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു കേട്ടോ. ഷോൾ നോക്കണ്ടേ, ഇനൂന് ഷോൾ നോക്കാണ്ടായിരുന്നു ഡ്രസ്സൊക്കെ. അങ്ങനെ എല്ലാ രണ്ടാൾക്കും അതേപോലെ ഈ ഒരു കളർ ഷോളാട്ടോ ഇനൂന് ചൂസ് ചെയ്തത്. പിന്നെ ഞങ്ങൾ പിന്നെ നേരെ താഴോട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ അന്തം വിട്ടുപോയി ഗൈസ്. കാരണം ഞങ്ങൾക്ക് നെറ്റിച്ചൂട്ടി എടുക്കണം, മാല വാങ്ങണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് എന്തായാലും വാങ്ങണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഷീനു പറഞ്ഞു ജസ്റ്റ് നോക്കാം. അപ്പോൾ നെറ്റിച്ചൂട്ടിയൊക്കെ നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നിട്ടോ. പിന്നെ ഒരു കമ്മൽ നോക്കി ഗൈസ്, അത് എനിക്ക് പറയാനില്ല കേട്ടോ. അപ്പോൾ ഒരു ജിമിക്ക് കമ്മലാണ് കേട്ടോ. ഷീനു ഒന്ന് ജിമിക്ക് ആക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ജിമിക്ക് നടക്കൂല, എനിക്കിഷ്ടമുള്ള ജിമിക്ക് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ജിമിക്ക് കാണിച്ചു തന്നിട്ടോ. ആ ഒരു വെയിറ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു ജിമിക്ക് കേട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതിനെന്താ റേറ്റ് എന്ന് പറയുന്നത് 950 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അത് കണ്ടിട്ടാണോ എന്താണെന്നറിയില്ല, ഷീനു ആകെ ക്ഷീണിച്ചു പോയി ഗൈസ്. അവളവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇനി എനിക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വന്ന് റേറ്റ് കണ്ടിട്ടാണോ എന്ന് ചോദിച്ചത്. പക്ഷെ അവളൊന്നും അതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടോ. കാരണം അത്രയും റേറ്റ് ആണ് കേട്ടോ ഇവിടെ. ഓർണമെൻറ്റ്സിനൊക്കെ ഭയങ്കര റേറ്റാണ്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം അങ്ങനെ റേറ്റിൽ വാങ്ങുന്നവരുണ്ടാകും. പക്ഷെ നമുക്ക് അത്ര റേറ്റിൽ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മൾ ആ ഒരു ഫംഗ്ഷന് മാത്രമല്ല അത് യൂസ് ചെയ്യുള്ളൂ. പിന്നെ നമ്മളത് യൂസ് ചെയ്യില്ലല്ലോ. പിന്നെ ഞങ്ങൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഷീനു പറഞ്ഞു എനിക്കൊരു ചെരുപ്പ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷൂ മോഡലുള്ള ചെരുപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെരുപ്പിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കൊരു ബാഗ് എന്തെങ്കിലും എടുക്കാം എന്ന് ഞാൻ കരുതി. അപ്പോൾ ഞാൻ ബാഗൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു പിങ്ക് കളർ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ അഫോർഡബിൾ റേറ്റിലുള്ള ഒരു ബാഗ് ഉണ്ടായിരുന്നു. പിന്നെ ചെരുപ്പിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിമാത്രം റേറ്റ് ഒന്നും ഉണ്ടായിരുന്നു. ചെരുപ്പ് അത്യാവശ്യം നമ്മൾക്ക് എല്ലാം ഒതുങ്ങുന്ന റേറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നൊക്കെ ബില്ലൊക്കെ അടച്ച് ഞങ്ങൾ ഇനി പുറത്തോട്ട് ഇറങ്ങുകയാണ്. പിന്നെ ഒരു ചോദിക്കുന്നുണ്ട് കിട്ടിയില്ലേ എന്നൊക്കെ കേട്ടോ. കാരണം അവർക്ക് ഭയങ്കര വിഷമല്ലേ നമ്മൾ ഷോപ്പിൽ പോയി എടുക്കാതെ പോരുകയെന്ന് പറയുമ്പോൾ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് 2 കവറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇനി നേരെ പോകുന്നത് വേറെ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഷീനുവിന് അവിടുന്ന് ചെരുപ്പൊന്നും പാകില്ല. അവൾ വേറെ ചെരുപ്പ് എടുക്കാം എന്ന് വിചാരിച്ചു. ഒന്നാമത് അവൾക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. അങ്ങനെ അവൾ പിന്നെ ചെരുപ്പൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണ്. തിന്നോക്കെ തിന്നോ ഇത് രസമുണ്ടല്ലേ. പിന്നെ ഒന്നും കൂടി ഉണ്ടായിച്ചോ. അതേപോലെ കഴിഞ്ഞോ എന്തിനാവോ പൈസ തന്നെ ഇരിക്കും തിന്നുണ്ട്. ബീഫാണ്. ഇത് മതിയായിരുന്നു, ഇത് വേഗം കഴിയും ചെയ്യൂടി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങളൊരു ഫാൻസിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ കുറേ മാലയും വളയൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ എടുത്തിട്ടോ. വള മാത്രമേ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ. പിന്നെ അസിമോൾക്ക് ഒരു നെറ്റിച്ചൂട്ടി വേണം എന്ന് പറഞ്ഞിട്ട് അത് എടുത്തിട്ടോ. അപ്പോൾ എനിക്ക് വേണ്ട നെറ്റിച്ചൂട്ടി ഒന്നും വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രണ്ടാളും ഇടുന്ന സമയത്ത് ഇനിയിപ്പോൾ കരഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഓൾ സമ്മതിച്ചിട്ടോ. അപ്പോൾ ഞാൻ നെറ്റിച്ചൂട്ടി ഓൾ അങ്ങനത്തെ ഒന്നും ഇട്ട് ശീലമില്ലാത്തതുകൊണ്ടാണ് ഗേൾസ് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷനൊക്കെ ഇടുന്നത്. കാരണം ഒന്നാമത് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഓൾക്ക് ചൂസ് ചെയ്യലുള്ളൂ. കാരണം എനിക്കൊരു കംഫർട്ട് ഇതാണ്, ഓൾക്ക് ഇടാനും ഒരു കംഫർട്ട് ഇതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഓൾക്ക് യൂസ് ചെയ്യൽ. അങ്ങനെ പിന്നെ ഓള് കുറച്ച് നേരമൊക്കെ ഇട്ട് പിന്നെ ഓക്കെ ഓൾക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ ഈ ഒരു വള എടുത്തിട്ടുണ്ടായിരുന്നു, സിമ്പിൾ ഒരു വള എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡ്രസ്സ് വളരെ സിമ്പിളാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇട്ട വീഡിയോസും കല്യാണത്തിന് പോയ വീഡിയോസൊക്കെ ഇട്ടു. പിന്നെ ഞാനിതാ മാല നോക്കിയിട്ടുണ്ടായിരുന്നു. മാല കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നമുക്കത് രണ്ടാൾക്കും കിട്ടൂല. ഒരാൾക്ക് കിട്ടുമ്പോൾ ഒരാൾക്ക് കിട്ടൂല. രണ്ടാൾക്കും ഒരേപോലത്തെ വളയൊക്കെ വേണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ഒരുമിച്ച് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരാൾക്ക് കിട്ടുമ്പോൾ ഒരാൾക്ക് കിട്ടൂല, അങ്ങനെയായിരുന്നു. പിന്നെ വണ്ടിയിലൊക്കെ കയറി ഭയങ്കര ക്ഷീണിതയായി ഞങ്ങൾ ഇനി നേരെ പോകുന്നത് റിങ്ങും അതേപോലെ തന്നെ നെറ്റിച്ചൂട്ടിയും മേലൊക്കെ വാങ്ങണം എന്നൊക്കെ കരുതുന്നുണ്ട്. ഇനി കിട്ടുമെന്ന് അറിയില്ല. ഒരാൾക്ക് കിട്ടുമ്പോൾ ഒരാൾക്ക് കിട്ടൂല, അങ്ങനത്തെ വിഷമമായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കിട്ടി, ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം നമ്മൾ വിചാരിച്ച രീതിയിലൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടോ. എല്ലാ സാധനങ്ങളും സെറ്റാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ വരും, നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇടണ്ടേ. ഇൻഷാ അള്ളാ എല്ലാവരും അത് കാണണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ.